7 ഘട്ടമായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ശനിയാഴ്ചയാണ് അവസാനിച്ചത്. ഇനി ഫലമറിയാനുള്ള കാത്തിരിപ്പിലാണ് രാജ്യം. വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളുടെ ഫലം പുറത്തുവിടുകയുണ്ടായി. മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് മിക്ക സർവേകളും വ്യക്തമാക്കുന്നത്. 350 മുകളിൽ സീറ്റുകളാണ് പല സർവേകളിലും NDAക്ക് നൽകുന്നത്. ഇന്ത്യ മുന്നണി 200 സീറ്റ് പോലും നേടില്ലെന്നും പ്രവചനമുണ്ട്. എന്നാൽ 295 മുകളിൽ സീറ്റ് നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി. എക്സിറ്റ് പോൾ ഫലങ്ങൾ BJP സ്പോൺസർ ചെയ്തതാണെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. കേരളത്തിൽ UDFിൻ്റെ മുന്നേറ്റമാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. LDFിന് കാര്യമായ നേട്ടമുണ്ടാകില്ല. കൂടാതെ BJPക്ക് 3 സീറ്റ് വരെ ലഭിക്കുമെന്ന പ്രവചനവും ഉണ്ട്. അതിനാൽ തന്നെ ഈ എക്സിറ്റ് പോളുകളെ വിമർശിച്ച് CPM അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. എക്സിറ്റ് പോളുകൾ മിക്കപ്പോഴും ശരിയാകാറുണ്ട്. എന്നാൽ പ്രവചനങ്ങൾ പാടെ തെറ്റിയ നിരവധി തെരഞ്ഞെടുപ്പുകൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. ആദ്യം 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാം. 2004 തെരഞ്ഞെടുപ്പിനെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് അടൽ ബിഹാരി വാജ്പേയി നയിച്ച BJP സർക്കാർ നേരിട്ടത്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ മിന്നും വിജയത്തെ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കി. ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായിട്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 240 മുതൽ 275 സീറ്റുകൾ വരെ NDA നേടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. എന്നാൽ 187 സീറ്റ് മാത്രമാണ് അവർക്ക് നേടാനായത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി 216 സീറ്റുകൾ നേടുകയും ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. ഇനി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തെറ്റിച്ച മറ്റൊരു തെരഞ്ഞെടുപ്പായിരുന്നു 2014 NDA മികച്ച മുന്നേറ്റം നടത്തുമെന്ന് പ്രവചിച്ചിരുന്നെങ്കിലും 300-ന് മുകളിൽ സീറ്റുകൾ ഉണ്ടാകില്ലെന്നായിരുന്നു നിരീക്ഷണം. 261 മുതൽ 281 വരെ സീറ്റുകളാണ് NDAക്ക് പ്രവചിച്ചിരുന്നത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ച് 336 സീറ്റ് നേടുകയും ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ എത്തുകയും ചെയ്തു. കോൺഗ്രസ് വലിയ തിരിച്ചടിയാണ് അന്ന് നേരിട്ടത്. 44 സീറ്റിൽ അവർ ഒതുങ്ങി. 2015 ബീഹാർ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടമാണ് പ്രവചിച്ചത്. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകില്ലെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. ഉയർന്ന വോട്ട് ശതമാനം ഇതിന് ബലം നൽകുകയും ചെയ്തു. എന്നാൽ RJD, JDU, കോൺഗ്രസ് സഖ്യം വൻ ഭൂരിപക്ഷം തന്നെ നേടി. RJD ഏറ്റവും വലിയ കക്ഷിയായി മാറുകയും ചെയ്തു. 178 സീറ്റാണ് മഹാഗഠബന്ധൻ മുന്നണിക്ക് ലഭിച്ചത്. NDA 58 സീറ്റിൽ ഒതുങ്ങി. 2015 ഡൽഹി തെരഞ്ഞെടുപ്പാണ് മറ്റൊന്ന്. അന്ന് ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു. എന്നാൽ അവർക്ക് വലിയൊരു വിജയം തന്നെ ഉണ്ടാകുമെന്ന് പറയാൻ സാധിച്ചിരുന്നില്ല. ആപ്പിന് പരമാവധി 50 സീറ്റ് വരെ ലഭിക്കുമെന്നായിരുന്നു പ്രവചനം. എന്നാൽ 70-ൽ 67 സീറ്റും നേടി കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ആപ്പ് ഡൽഹി തൂത്തുവാരി. 2017 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൻ്റേതാണ് തെറ്റിയ മറ്റൊരു എക്സിറ്റ് പോൾ പ്രവചനം. നോട്ട് നിരോധനത്തിന് പിന്നാലെയാണ് 2017 ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നത്. അതിനാൽ തന്നെ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത ഫലമായിരിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. എന്നാൽ സമാജ്വാദി പാർട്ടിയെ പിന്നിലാക്കി 325 സീറ്റ് നേടി BJP അധികാരത്തിലേറുന്ന കാഴ്ചയാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ്. 2023 നടന്ന ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുമെന്നായിരുന്നു എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ച് BJP അധികാരത്തിലെത്തി. 90-ൽ 54 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. കോൺഗ്രസ് 35-ൽ ഒതുങ്ങി.